ഞങ്ങൾ ഈ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഈ രാജ്യം കോൺഗ്രസ് ഭരിക്കുമ്പോൾ അവരെ പറയാത്ത ചീത്തയുണ്ടോ? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ, ഇവിടുത്തെ സകലരും. അതുപോലെ നിങ്ങളൊന്ന് പറയൂ, ഈ നരേന്ദ്രമോദിയെ കുറിച്ച്. എങ്ങാനും കേന്ദ്രത്തിൽ UPA ഗവൺമെന്റ് ആണ് ഭരിക്കുന്നതെങ്കിൽ, കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ, ഈ പിണറായി വിജയന്റെ നാവ് കൊണ്ട് ഡൽഹി വരെ നീളുണ്ടാവില്ലായിരുന്നോ? എന്താ ഇപ്പൊ മിണ്ടാത്തത്? എന്റെ വായ തുറക്കാത്തത്? മിണ്ടിയാൽ ഭയാണ്, ED വരും. മിണ്ടിയാൽ ഭയാണ്, SFIO വരും. മിണ്ടിയാൽ ഭയമാണ്, CBI വരും. നിങ്ങൾ രണ്ടു കൂട്ടരും ഒരുപോലെയല്ലേ? കേന്ദ്രത്തിലെ RSS പറഞ്ഞാൽ നിങ്ങൾ അന്വേഷണ ഏജൻസി വരും. അത് തന്നെയല്ലേ ഈ പിണറായി വിജയനെ പറഞ്ഞാൽ ഉണ്ടാവുക? അല്ലെ? നിങ്ങൾ അങ്ങനെയല്ലേ പീഡിപ്പിക്കുക? എന്റെ പേരിൽ കേസ് കൊണ്ടത് എന്തിനാണ്? നിങ്ങൾ എതിർത്തതിലല്ലേ? നിങ്ങൾ വിചാരിച്ചത്? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സഖാവ് പിണറായി വിജയ, നിങ്ങൾ അഭിമുഖീകരിച്ച അതേ പ്രശ്നം ഞാനും അഭിമുഖീകരിച്ചില്ലേ? നിങ്ങൾ കേന്ദ്രത്തിനെതിരെ സംസാരിക്കുമെന്നത് കൊണ്ട് നിങ്ങളുടെ മകളുടെ പേരിൽ കേസെടുത്തു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയെ എതിർത്തതിന്റെ പേരിലാണല്ലോ എന്റെ പേരിൽ കേസെടുത്തത്. എന്നിട്ട് നിങ്ങൾ കേസെടുത്തിട്ട് ഏതെങ്കിലും ഒരു സെക്കൻഡിൽ ഞാൻ മിണ്ടാതിരുന്നോ? ഞാൻ എന്റെ വർത്താനം ചുരുക്കിയോ? ഞാൻ പറയുന്ന എന്തെങ്കിലും ഒരു ആരോപണം ഞാൻ കുറച്ചോ? ഞാൻ അതേ ഒച്ചയിൽ അതേ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാര്യമെന്ത്? എനിക്ക് ഭയമില്ല, എന്റെ മടിയിൽ കനവില്ല. അതുപോലെ പിണറായി വിജയൻ എന്താ പറയാതിരിക്കാൻ പറ്റാത്തത്? മോള് ജയിലിൽ പോയി കിടക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്, നിങ്ങൾ ശബ്ദിക്കാതിരിക്കുന്നത്. കാരണം നിങ്ങളുടെ മടിയിൽ കനമുണ്ട്. നിങ്ങൾ കള്ളത്തരം ചെയ്തിട്ടുണ്ട്. എനിക്കത് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ ഈ രാജ്യത്തിലെ നീതിപീഠത്തിന്റെ അടുക്കൽ പോകാനും അത് തെളിയിക്കാനും സാധിച്ചു. കാര്യമെന്തേ? അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സംസാരിക്കാൻ ധൈര്യമില്ല, നിങ്ങൾ മിണ്ടില്ല. ഞാൻ ഈ നാട്ടിലെ സഖാക്കളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന വ്യക്തതയുള്ള ഒരു രാഷ്ട്രീയ